എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചായ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് 2.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. 4 ഗ്ലാസ് ചായക്കുള്ള അളവാണ് ഇത്. അതേ കപ്പിൽ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് രുചിയൊന്ന് കൂട്ടാനായി ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയും 2 ഏലക്കായും ചേർക്കുന്നുണ്ട്. ഇനി പാൽ തിളപ്പിച്ചെടുക്കണം. പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനം തേയിലപ്പൊടിക്ക് രുചി കൂട്ടാനുള്ള ഒരു ടിപ്പ് പറയുന്നുണ്ട്. പാൽ തിളച്ചു വരുമ്പോൾ തീയൊന്ന് കുറച്ച് അതിലേക്ക് 3 ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. വീണ്ടും തിളച്ചു വരുമ്പോൾ തീ ഒന്ന് കുറച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായി ഇളക്കി ഒന്നുകൂടെ തിളച്ചു വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഒരു അരിപ്പയിൽ ചായ അരിച്ചെടുത്ത് വേണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് ആറ്റി ചായ സെർവ് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തേയിലപ്പൊടിക്ക് നല്ല രുചി കിട്ടാനായി അടുത്ത തവണ നിങ്ങൾ തേയില മേടിക്കുമ്പോൾ, ഉദാഹരണം നിങ്ങൾക്കിഷ്ടപ്പെട്ട തേയില 1 കിലോ ആണ് മേടിക്കുന്നതെങ്കിൽ അതിനു പകരം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും 2 കമ്പനികളുടെ തേയില 1/2 കിലോ വീതം മേടിച്ച് അത് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അടുത്ത തവണ ചായ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.